Hello everyone, good evening. I am Fatima Tasneem, ഒരു പ്രീ പ്രൈമറി അധ്യാപികയാണ്. ട്രെയിനർ പ്രോഗ്രാമിലെ 12th ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിന്നിബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത്. ട്രെയിനർ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിലെ അവതാരകർ. ആശയവിനിമയത്തിനായി നാം വാക്കുകളോ പ്രവർത്തികളോ ഉപയോഗിക്കുന്നു. വിവിധ തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിലെ 2 എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എനർജി ആൻഡ് മാറ്റർ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ശക്തമായ ബന്ധങ്ങളെ കെട്ടിപ്പടുത്താനും സത്യസന്ധതയും വളർത്തുന്നു. നമ്മുടെ പ്രൊഫഷണലിനെ ഇത് വളർത്താൻ ഏറെ സഹായിക്കുന്നു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറയുമ്പോൾ നമ്മുടെ ജോലിയിൽ അത് വളരെ അധികം ബാധിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സംസാരിക്കാനുള്ള അതിയായ താല്പര്യമാണ് എന്നെ ഈ ട്രെയിനർ ആവണമെന്ന ചിന്തയിലേക്ക് എത്തിച്ചതും ഈ കോഴ്സ് എടുക്കാനുള്ള താല്പര്യത്തിലേക്ക് നയിച്ചതും. ഈ കോഴ്സിലൂടെ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകയും എൻ്റെ തെറ്റുകളെ തിരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിച്ചു. ഇനി സ്റ്റെപ്സ് ഓഫ് എഫക്റ്റീവ് ഡെലിഗേഷൻ. ഒരു മാനേജറുടെ പ്രധാനപ്പെട്ട പ്രവർത്തികളിലെ ആണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതിലെ കഴിവിൽ മാനേജർ വിജയം വന്നേക്കാം. ഇതിനെ കുറിച്ച് അതിമനോഹരമായി നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ശ്യാം സുന്ദർ സാറാണ്. അദ്ദേഹം തൃപ്പൂണിത്തറ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരു കമ്പനി സിഇഒയും അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജറും TTT ബാച്ചിലെ 9th ബാച്ചിലെ സ്റ്റുഡന്റും കൂടെ ആയിരുന്നു. അതുപോലെ BE സിവിൽ PGT ആൻഡ് ഇവാലുവേഷൻ പൂർത്തിയാക്കുകയും ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ ബിസിനസ് മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബിസിനസ് മേഖലയിൽ 10 വർഷമായി, അതുപോലെ 21 വർഷത്തെ പാസ്റ്റ് ഔട്ട് മാസ്റ്റർ വർക്ക് എക്സ്പീരിയൻസും ഉള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സെക്ഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ബഹുമാനപ്പെട്ട ഗുരു, നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിന് മൈക്ക് കൈമാറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you so much, Fatima Tasneem, for the wonderful introduction. Hello everyone. Okay, great. ട്രെയിനേഴ്സ് ടോക്കിന്റെ 33ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എഫക്റ്റീവ് ഡെലിഗേഷൻ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ നിർവഹിക്കുന്നവരായിരിക്കും. ഓരോരുത്തരും മാനേജർമാരോ ടീച്ചർമാരോ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഗുരുനാഥന്മാരോ എങ്കിലും ആയിരിക്കും. അപ്പോ ഇവിടെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്താലേ അത് ശരിയാകൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. എന്ത് ചെയ്തു കഴിഞ്ഞാലും, വിശേഷിച്ചും ബിസിനസ്സിലൊക്കെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എപ്പോ ആ ബിസിനസ് പൊട്ടിന്ന് ആലോചിച്ചാൽ മതി. അപ്പോ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഒരു ലീഡർ, മാനേജർ, ടീച്ചർ, അങ്ങനെ ആരായിക്കോട്ടെ, അവിടെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുക. അങ്ങനെ ഡെലിഗേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പുതിയ ആളുകളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ പോലും നമ്മൾ പറയാറുണ്ട്, അവരെ ഓട്ടോണോമസ് ആക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചില വർക്കുകൾ നമ്മൾ കൊടുക്കണം, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. എപ്പോഴും നമ്മൾ അവരുടെ കൂടെ നിന്ന് അവസാനം നമ്മളില്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ഡെലിഗേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നതിന്റെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ അതിന്റെ ടിപ്സ്, നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഒരു ആകെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞത് തരാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ശ്യാം സുന്ദർ സാറാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ നമ്മുടെ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു നിലക്ക് തന്നെ ശ്യാം സുന്ദർ സാറെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സോ ശ്യാം സുന്ദർ സാർ, പ്ലീസ്.
മൈക്ക് അൺമ്യൂട്ടാണ്. മ്യൂട്ടാണ്. പക്ഷേ ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവരും കേൾക്കാമോ? അതെ, ഓഡിബിൾ ആണ്. കേൾക്കാം സർ. ഗുഡ് ഈവനിങ്. Okay. Surround yourself with the best people you can. Give authority and don't interfere as long as the policy you have decided is being carried out. This is the famous words of Mr. Ronald Reagan, 40th US President of America. നമുക്ക് ഈ ഡെലിഗേഷന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് എത്ര ഈ പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താലും എത്രയും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് 8 steps ഫോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേറ്റ് ചെയ്യാനാണ്. ചെയ്യുന്നതിന് 8 steps ആണ് ചെയ്യുന്നത്. എൻ്റെ പേര് ശ്യാം സുന്ദർ എന്നാണ്. എൻ്റെ വീട് തൃപ്പൂണിത്തറ. ഞാൻ പരിചയപ്പെടുത്തിയ പോലെ ഞാനൊരു ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനപ്പം ഇതില് പറയുന്നത് എൻ്റെ ഈ ഇത്രയും വർഷത്തെ പരിചയത്തില് ഞാൻ ഉപയോഗിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പല രീതിയിൽ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാം, പക്ഷെ എനിക്ക് അനുഭവത്തിൽ തോന്നിയത് മാത്രം ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, അതിൽ നമുക്കിപ്പോ ഈ സ്റ്റെപ്സ് പറയുന്നതിന് മുമ്പ് എപ്പോഴൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നമുക്ക് ചില സ്കിൽസ് നമ്മളുടെ കഴിവിനേക്കാളും കുറഞ്ഞ കഴിവ്, ചെറിയ കഴിവ് മാത്രം മതി എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്കിൽസ് വേണം എന്നുള്ളത് നമുക്കൊരു പക്ഷെ അത് സിമ്പിൾ ആയിട്ട് തോന്നാം, പക്ഷെ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്കിൽസ് വേണം. അങ്ങനത്തെ സ്കിൽസ് വേണ്ടതാണെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷെ അതല്ല, നമുക്ക് വേണ്ടതല്ല, നമുക്ക് ഇതല്ലാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്കുള്ള കഴിവല്ലാതെ വേറൊരു കഴിവാണെങ്കിലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. നമുക്കിപ്പം അപ്പൊ അങ്ങനെ നമുക്ക് ആ ടാസ്കിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഫിയറോ ആങ്സൈറ്റിയോ നമ്മളിൽ ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ ചില കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് എന്നും ഇപ്പം ഒരേ കാര്യം തന്നെ, ഇപ്പൊ പേയ്മെന്റ് കൊടുക്കൽ, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടായിരിക്കും. എന്നും ഇതുപോലെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് അതങ്ങ് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ നോക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാനാണ്. അപ്പൊ ആ ടീമിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായകരമാവും. നമ്മളല്ലാതെ നമ്മൾ ടീം മെമ്പറിനെ അത് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അവർക്കൊരു സ്കില്ല് പഠിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അവർക്ക് അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാം. പിന്നെ ആസ് എ യുണീക് ടാലന്റ്, അപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രത്യേക സ്പീഡ് ഉണ്ട്, അല്ലെങ്കിൽ അത് അയാൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബോർഡിൽ എന്തെങ്കിലും എഴുതുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടാക്കണം, ആ കാര്യം ചിലപ്പോൾ ഒരാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെറുതെ വേറെ ആൾക്കാരെ ഇന്റർഫിയർ ചെയ്യാതെ അയാളെ കൊണ്ട് തന്നെ അത് ചെയ്യിച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമുക്ക് വേണ്ടത് എന്താന്ന് മാത്രം പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അത് നല്ലത്. പിന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ടീമിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മളെ ടീം ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ടൈമിൽ തീർക്കാനും പറ്റും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കുക അല്ലെങ്കിൽ കോസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില ഇതായിരിക്കാം. ഇപ്പൊ ഞാനിതിൽ പെട്ടെന്ന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കാം. ഇപ്പൊ നമുക്കിപ്പോ ഒരു വീക്ക്ലി നമ്മളെ കാർ ഒന്ന് കഴുകണം എന്നുണ്ട്, നമുക്കൊരാഗ്രഹം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വീക്ക്ലി ഒരു കഴുകൽ, അങ്ങനെ ഒന്നുള്ളതിലേക്ക് നമുക്കത് കൊടുക്കാം. അത് നമ്മളെക്കാളും താഴ്ന്ന ഒരു സ്കില്ലാണ്. അത് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം
ശരിയാവണം എന്നില്ല. ചിലപ്പോ അതിലുള്ള ഒരു ഞാനിപ്പോ ഈയിടെ ബീച്ചിൽ പോയി. അപ്പൊ അങ്ങനെ പോയി ഒന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിൽ മുഴുവൻ സൂക്ഷ്മമായിട്ടുള്ള പൊടികളാണ്, അല്ലെങ്കിൽ സാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അത് അത്ര ക്ലിയർ ആവില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അത് നമുക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിക്കാം. അങ്ങനെ നമുക്കല്ലാണ്ട് ചിലപ്പോൾ ഒരു എസ്റ്റിമേഷൻ അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ ചിലപ്പോൾ നമുക്ക് ചില ടാസ്കുകൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ ചില ടീമിന് തന്നെ, ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് തന്നെ ചിലപ്പോൾ ചില ടാസ്ക് പറയുമ്പോൾ അവർക്ക് അതിന് വലിയ താല്പര്യം കാണിക്കില്ല. ചെയ്യും, നമ്മൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ അവർ നമുക്ക് വലിയ ചിലർക്ക് ഓഫീസ് ജോബിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യാൻ വെച്ചാൽ അതിന് പകരം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ജോബ് ഏതാണോ അത് നോക്കി ഡെലിഗേറ്റ് ചെയ്യും. പിന്നെ അതേമാതിരി ചിലർക്ക് ചിലപ്പം നമ്മളിപ്പോ ഞാൻ നേരത്തെ തന്നെ നമ്മള് ഓഫീസില് നമ്മള് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കല് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ചോദിക്കുമ്പോ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ അവർക്ക് അത് ചോദിക്കുന്നതിന് അവർ ജോബാണെന്നുള്ളത് കൊണ്ട് അവരെന്തായാലും ചോദിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ ചില ടാസ്കുകൾ നമുക്ക് ഒരു ഫിയറോ ആങ്സൈറ്റിയോ ഉണ്ടാക്കുന്ന ചില ടാസ്കുകൾ എങ്ങനെ ഉണ്ടാവും, അത് ചെയ്യാതെ എങ്ങനെ ശരിയാവും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുമ്പോൾ വെറുതെ ടൈം ലാപ്സ് ആവാതെ നമുക്ക് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കിട്ടും. പിന്നെ റിപ്പീറ്റേറ്റീവ് ഒരു ബോറിംഗ് ടാസ്ക്, അത് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിലെന്തെങ്കിലും ഇപ്പം ചില ക്ലീനിങ് ജോബ്സ് അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ അത് റെഗുലർ ആയിട്ട് ചെയ്താൽ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാം. ചിലപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പിംഗ് ജോബ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഇന്ന ഫോണ്ട് ഇതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ സ്ഥലത്ത് നിന്ന് ടൈപ്പ് ചെയ്ത് കിട്ടുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കറക്ഷൻസ് അതിൽ വരുത്തുന്നതായിരിക്കും അത് നല്ലത്. പിന്നെ നമുക്ക് ടീമിന്റെ ഗ്രോത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡെലിഗേഷൻ. അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലായാലും ഏതൊരു ജോബ് മേഖലയിലായാലും നമ്മളെ കൂടെയുള്ള ആൾക്കാരുടെ ഡെവലപ്മെന്റ്, നമ്മളെ കുട്ടിയായാലും നമ്മളെ മക്കളായാലും നമ്മളെ ടീം മെമ്പേഴ്സ് ആയാലും ഒക്കെ നമ്മൾ അവർക്ക് ഇതിലൂടെ എങ്ങനെ സംസാരശേഷി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവർക്ക് ലീഡർഷിപ്പ് സ്കിൽസ്, കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടാസ്കുകൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത്, കോൺഫിഡൻസ് ആയിട്ടുള്ള എല്ലാ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഡെലിഗേറ്റ് ചെയ്യുന്നതിലൂടെ എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക ടാലന്റ് ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു മോഡൽ മേക്കിംഗ്, നമുക്കിപ്പോ ഞങ്ങളുടെ ഓഫീസിലേക്ക് ചിലപ്പോൾ ചില നല്ല വലിയ പ്രൊജക്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മോഡൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 3D വ്യൂ ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാറ്. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതിന് മോഡൽ മേക്കേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മൾക്ക് ചെയ്യാം, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് പോകണമെന്നില്ല നമ്മൾ. അപ്പൊ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് ചോദിച്ച് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ അത് അവർക്ക് വേറെ ആൾക്കാർക്ക് അതിനെ സ്പെഷ്യലിസ്റ്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒരു പക്ഷേ വളരെ വൃത്തിയായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ അതേമാതിരി ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും പുറത്ത് കൊടുക്കുകയാണെങ്കിൽ. നമ്മൾ ചിലപ്പോൾ ടീമിലുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കുന്ന സാധനം ചിലപ്പോൾ ഒന്ന് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചത്തെ അവരുടെ ആ സാലറിയുടെ ഒക്കെ നമ്മളെ എഫേർട്സും അല്ലെങ്കിൽ ആ ടൈം എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വേഗം 1, 2, 3 ദിവസത്തിനുള്ള അത് എന്തായാലും കിട്ടുകയും ചെയ്യും. ഇത് തന്നെ ടൈമും നമുക്ക് അറിയാലോ, ടൈം ഈസ് മണി. അപ്പോൾ അത് ടൈംലി മാനറിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനും നമുക്കൊന്ന് ഫ്രീ ആവാനും ഒക്കെ ഈ ഡെലിഗേറ്റ് ചെയ്യുന്നത്, ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഡെലിഗേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാം. പക്ഷെ അതിനു പകരം നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ അത് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് എന്തൊക്കെയാ വേണ്ടത്, നമുക്ക് എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ആ ഡെലിഗേഷൻ സ്വീകരിക്കുന്നവർക്കും ഡെലിഗേഷൻ കൊടുക്കുന്നവർക്കും അത് എളുപ്പമായിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്, എന്ത് ടാസ്ക്കാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം എന്താണ് അത്, എങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളത്, എത്ര ടൈം പീരീഡ്, നമുക്കത് അർജന്റ് ആണോ, അവർക്കത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്തിന് തീർക്കാൻ പറ്റുമോ, പിന്നെ അതിൽ എത്രത്തോളം
അതിന്റെ എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആക്കിയിട്ട് അത് ചെയ്തെടുക്കാൻ ശ്രമിക്കും. നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക, നമുക്ക് കഴിയുന്നത് റൈറ്റിങ്ങിൽ തന്നെ കൊടുക്കും. റൈറ്റിങ്ങിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഒന്ന് വാട്സാപ്പിൽ അയച്ചാലും മതി, അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിലിങ്ങിലാണെങ്കിൽ രണ്ടുപേരും സൈൻ ചെയ്തിട്ടായാലും മതി. അറ്റ്ലീസ്റ്റ് അത് എന്താ വേണ്ടതെന്നുള്ള മാക്സിമം ഒന്ന് റൈറ്റിങ്ങിൽ അത് ഡീറ്റെയിൽ, വല്ല പിക്ചർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിക്ചർ, അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം അത് കൊടുക്കാൻ. പിന്നെ അത് നമ്മൾ കൊടുക്കുന്ന ആൾക്ക് അതിന്റെ വേണ്ട സ്കിൽസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും സ്കിൽസ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തണം. റൈറ്റ് പേഴ്സൺ. ആ ടെക്നോളജിക്ക് ആണെങ്കിൽ നമ്മൾ നേരെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ERP അത് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം നിങ്ങൾക്ക് ഒക്കെ ഇതാവും, നിങ്ങളെ വർക്ക് ലോഡ് കുറയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചിലപ്പോൾ അവർക്ക് അത് കറക്റ്റ് സ്കില്ല്, അവരുടെ സ്റ്റാഫിന് തന്നെ ചിലപ്പോൾ അത് കറക്റ്റ് സ്കില്ല് ഉണ്ടായി, അല്ലെങ്കിൽ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ERP ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ആ ടെക്നോളജി ആയിരിക്കണം എന്നില്ല. അപ്പൊ നമ്മളുടെ അത് കറക്റ്റ് റൈറ്റ് പേഴ്സൺ ആണോ, റൈറ്റ് ടെക്നോളജി ആണോ, നമുക്ക് വേണ്ട രീതിയിലുള്ളതാണോ എന്നുള്ള കാര്യങ്ങളും, അയാൾക്ക് ഈ സ്കിൽസ് ഉണ്ടോ, അയാൾക്ക് ആ എബിലിറ്റി ഉണ്ടോ, അയാൾ ആ വില്ലിങ്നെസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ആയിരിക്കണം ഇത് കൊടുക്കുന്നത്, ആ വർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോ ഒന്നും പറഞ്ഞോളണമെന്നില്ല, അവർക്ക് എത്രത്തോളം ഇപ്പോൾ വർക്ക് ലോഡാണ്, അവർ ഫുള്ളി വർക്ക് ലോഡിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എപ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും അവർക്ക് ഇതും ഏറ്റെടുക്കാനുള്ള സമയം അവർക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് വേണം ഈ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ എത്രത്തോളം അവർക്ക് അതിൽ അസൈൻ ടാസ്ക് റിസോഴ്സസ് ആൻഡ് അതോറിറ്റി, അവർക്ക് അതിൽ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യാം, അതിൽ ടാസ്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അവർക്കത് മനസ്സിലായി എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം. അതുപോലെ നമുക്ക് അവരോട് ഇങ്ങോട്ട് പറയണം, അവരെന്താ മനസ്സിലാക്കിയെന്നുള്ളത് ഇങ്ങോട്ട് പറയാൻ പറയണം. അപ്പൊ നമുക്ക് കുറച്ച് മനസ്സിലാവും അവർക്ക് എന്തൊക്കെയാ ഏകദേശം കുറെയൊക്കെ മനസ്സിലായി എന്നുള്ളത് അവരെ ഇങ്ങോട്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡിസ്കഷനിലൊക്കെ ചെയ്ത് അവർക്ക് ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആയിരുന്നത്, അവർക്ക് അതിന് വേണ്ട എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കാം, അവർക്കത് ചെയ്യുന്നതിന് വേണ്ട എന്തൊക്കെ അതോറിറ്റി ഉണ്ട്, എത്ര ഇപ്പൊ അവർക്ക് ഒരു ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എത്ര രൂപ വരെയുള്ള സാധനം നമ്മളോട് ചോദിക്കാണ്ട് തന്നെ മേടിക്കാം, അല്ലെങ്കിൽ ഇത്ര രൂപ വരെയുള്ള നമ്മളെ കോർഡിനേറ്ററോട് ചോദിച്ചിട്ട് അവർക്ക് പർച്ചേസിന്റെ കേസിലാണെങ്കിൽ അയക്കാം. അതല്ലെങ്കിൽ ഏത് സാധനം, കമ്പനിയുടെ ഏത് സാധനം അല്ലെങ്കിൽ നമ്മളുടെ ഏത് സാധനം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെ എന്തൊക്കെ അതോറിറ്റി അവർക്കുണ്ട്, ഈ വർക്ക് ടാസ്ക് റൺ ചെയ്യാനുള്ള എന്തൊക്കെ അതോറിറ്റി അവർക്കുണ്ട്, എന്തൊക്കെ റിസോഴ്സ് അവർക്ക് ഉപയോഗിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ക്ലിയർ ആയിരിക്കണം. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് മെത്തേഡ്, അവർ എങ്ങനെയൊക്കെ അവരെ ടാസ്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ നമ്മളെ റിപ്പോർട്ട് ചെയ്യണം, അത് എപ്പോഴൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണോ, അതുപോലെ എന്നും റിപ്പോർട്ടായിട്ട് എഴുതി തരണോ, എങ്ങനെയൊക്കെയാണ് ആരെയൊക്കെ അറിയിക്കണം, ആരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻസ്, വേറെ ആൾക്കാരുടെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുമ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആദ്യത്തെ പ്രാവശ്യം തന്നെ അത് റൈറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത പ്രാവശ്യം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രാവശ്യത്തെ എക്സ്പീരിയൻസിൽ ബേസ് ചെയ്തിട്ട് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. പക്ഷെ ഇത് റൈറ്റിങ്ങിലല്ല കൊടുത്താൽ ഇങ്ങനെ പറഞ്ഞു മാത്രമേ കൊടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അടുത്ത പ്രാവശ്യം അത് ചിലപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ അത് പറ്റാണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ഒരു വിശ്വാസവും വേണം. ഇപ്പൊ അതായത് നമുക്കിപ്പോ ഒരു കുട്ടിക്കാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് ചെയ്യും എന്നുള്ളത് നമുക്ക് കുറച്ചൊരു വിശ്വാസവും വേണം. പിന്നെ അത് ആദ്യത്തെ പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ. പിന്നെ ചില കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയൊരു വർക്ക് ആദ്യം ഏൽപ്പിക്കുക, ആദ്യം തന്നെ വലിയൊരു വർക്ക് കൊടുക്കാതെ ആദ്യം ചെറിയ വർക്ക് കൊടുത്തിട്ട് അതിന്റെ ചെറിയൊരു മോഡൽ കൊടുത്തിട്ട് അവർക്കത് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, നമുക്ക് അവരെ നമുക്ക് വിശ്വസിക്കാമോ, അവർക്ക് ആ ടാസ്ക് കൊടുത്ത് അവർ വേണ്ട ഇനീഷ്യേറ്റീവ് ഉണ്ടോ, അവർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് അത് കാണുന്നുണ്ട്, എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കുറച്ചും കൂടി വലിയ ടാസ്കോ അല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ മാത്രം നോക്കിയാൽ പോരാ. നമ്മളെപ്പോഴും ചിലപ്പോൾ ഒരു ബയസ്ഡ് ആയിരിക്കും, ഇന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളെ നാട്ടുകാരനാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നമ്മളെ ജാതി മതം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഒരു ഇതാക്കാതെ നമ്മൾ വേറൊരാളെ കൊണ്ട് കൂടി ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
അയാളുടെ വർക്കിനെ പറ്റി ഒരു അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം എപ്പോഴും നമുക്ക് തന്നെ നോക്കാണ്ട് അയാളുടെ വർക്ക് ഒരു നമ്മളെ കൂടെ ഉള്ള ഒരാളെ കൊണ്ടും കൂടി ഇതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് അയാൾ ചെയ്യുന്ന എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കും കുറച്ചൊന്ന് ഫ്രീ ആവാൻ പറ്റും. നമുക്കൊന്ന് അയാൾ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, ഇടയ്ക്ക് നമുക്ക് നേരിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെലിഗേഷൻ കുറേ കൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ നമുക്കിതിൽ ഏതൊരു കാര്യം നമ്മൾ അടുത്ത സെറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡെഡ് ലൈൻസ്. നിങ്ങളിത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യും. ഇത് നിങ്ങളുടെ ചെയ്തത് ആ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു, മാക്സിമം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? ഇപ്പോ ഇതാണെങ്കിൽ കസ്റ്റമറുടെ റേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് 10 കിട്ടി, 10 നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ ഇപ്പൊ ഈ വർക്ക് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ചെയ്തെടുത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ബെസ്റ്റ് എന്താണ്, നമുക്ക് മിനിമം എന്താണ് വേണ്ടത്? നമുക്ക് ഒരാഴ്ചത്തെ വർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങൾ 5-6 ദിവസം കൊണ്ട് ചെയ്താൽ കുറേ കൂടി നല്ലത്. മിനിമം എത്രയാണോ മാക്സിമം എത്രയാണ്, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുടെയും കാര്യത്തിലൊക്കെ നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതി തന്നെ പറ്റുകയാണെങ്കിൽ അറിയിക്കും. അതല്ലെങ്കിൽ പറയുമെങ്കിലും ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾക്ക് ഇപ്പൊ ഒരു മാസമുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നും ആയില്ല എന്നായിരിക്കും അവരുടെ ചിലപ്പോൾ ഉത്തരം. അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയുള്ളൂ, ഇത്രേ പറ്റിയുള്ളൂ എന്നായിരിക്കും ചിലപ്പോൾ ഉത്തരം. അതുപോലെ നമുക്കിത് ഇടയ്ക്ക് എപ്പോൾ നമ്മൾ അടുത്തിരിക്കും, ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും അടുത്ത റിവ്യൂ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ നമ്മൾ ഇത് നോക്കും. നമ്മൾ അങ്ങോട്ട് ചോദിക്കലല്ല, അവർ ഇങ്ങോട്ട് എപ്പോൾ വന്നതിനെ പറ്റി വിശദീകരിക്കും, എന്തൊക്കെയായി എന്നുള്ളത് വിശദീകരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ഇതിനെപ്പറ്റി അവലോകനം എപ്പോൾ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അതിന്റെ ഇന്റർവെൽസ് നമുക്ക് ചെയ്തിരിക്കണം. അതെങ്ങനെ ഈ റിപ്പോർട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവലോകനം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാക്സിമം ആയോ, ബെസ്റ്റ് ആയോ, അതോ മിനിമം റിക്വയർമെന്റ്സ് എങ്കിലും മീറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ എന്തൊക്കെയാ ബുദ്ധിമുട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് അവലോകനം ചെയ്യാൻ പറ്റും. പിന്നുള്ളത് പ്രോഗ്രസ്. ഇടയ്ക്ക് ഇതിന്റെ പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇത് ഇപ്പം ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അത് വിചാരിക്കുന്ന മാതിരിയൊക്കെ നടക്കുന്നുണ്ടോ, അതിന് എത്രത്തോളം നന്നായിട്ട് നടക്കുന്നുണ്ട്, എത്രത്തോളം ക്വാളിറ്റി പരമായിട്ട് നടക്കുന്നുണ്ട്, അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ ഡെലിഗേഷൻ എടുത്ത ആൾക്കാർ നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ എന്തെങ്കിലും അവർക്ക് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കണം. പിന്നെ ഇതുപോലെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് സ്വയം തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം കൊടുക്കണം. അതുപോലെ നമ്മളടുത്ത് എന്തൊക്കെ പറയണം എന്നുള്ളത്, ഇന്ന സമയത്തിന് നടക്കണം, അതിന് എത്രത്തോളം സാധനം ഉപയോഗിച്ചു, നമ്മളെ അപ്പൊ അതൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, പ്രോഗ്രസ് കൊടുക്കണമെങ്കിൽ എത്ര ഉപയോഗിക്കാം എന്നുള്ള കാര്യവും നമ്മൾ പറയണം. എന്തൊക്കെ ടാസ്ക് ഉപയോഗിക്കാം, എത്രത്തോളം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അത് എത്ര ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പുരോഗതി എങ്ങനെയുണ്ട്, പുരോഗതി ഏത് അളവുകോലിലാണ്, നമ്മൾ ഏത് സ്കെയിലിലാണ് നമ്മൾ അളക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് അറിയെങ്കിലേ ആ ഡെലിഗേഷൻ എടുത്ത ആൾക്ക് അത് നമ്മളോട് ഈ രീതിയിൽ നിങ്ങൾ ഇത്ര എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നാണ് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. അതുപോലെ അവരിങ്ങോട്ട് പറയുന്നത് കൂടാതെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ഈ നല്ല രീതിയിൽ അവർക്ക് പ്രചോദനം തോന്നുന്ന രീതിയിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഫീഡ്ബാക്ക്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഉള്ളത് റിവ്യൂ ആൻഡ് റിഫ്ലക്ട്. നമുക്ക് ഇത് റിവ്യൂ ദി ഔട്ട്കം അഗെയിൻസ്റ്റ് ഒബ്ജക്റ്റീവ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, അതിന്റെ അഗെയിൻസ്റ്റ് ഔട്ട്കം എന്താണ്, ഇന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, ഇങ്ങനെയാണ് ഉണ്ടായത്, ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതും. പിന്നെ അത് റിഫ്ലക്ട് ഓൺ ദി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു വലിയൊരു ജഡ്ജ്മെന്റ് ഇല്ലാതെ അത് ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അത് എല്ലാം ഒന്ന് ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് അങ്ങ് വിടാതെ അത് എന്തൊക്കെയാണ് നടന്നത്, അതിനെന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായത്, ആ കാര്യങ്ങളും അതെങ്ങനെ അവരെ ഓവർകം ചെയ്തു, അങ്ങനെയൊക്കെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മൾ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ ഈ
എന്തെങ്കിലുമൊക്കെ അവരുടെ എഫേർട്സിനെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഈ എന്തൊക്കെയായാലും പല ഈ നമ്മളെ കൊടുത്ത ടാസ്കിന് വേണ്ടിയിട്ട് പല എഫേർട്സും സ്വാഭാവികമായിട്ടും എടുത്ത് കാണും. അപ്പോൾ അതിന് ചിലപ്പം എല്ലാം ഒന്നും ചിലപ്പം റിസൾട്ടിൽ എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പല സ്ഥലത്തും പോയി കിടന്നിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ആ സാധനം കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത്. അതിനിടയിൽ പലപ്പോഴും പലരുടെ അടുത്തുനിന്നും പല വഴക്ക് കേട്ടിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാം നമ്മൾ കേൾക്കണമെന്നല്ല, കുറച്ചൊക്കെ ഒന്ന് കേട്ടിട്ട് അവരതിനെ മനസ്സിലാക്കുകയും നമ്മളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അവരെ ബോധിപ്പിക്കുകയും നമ്മൾ പരമാവധി ശ്രമിക്കണം. അതുപോലെ അവർക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിവാർഡ് ചെയ്യാനും ഒരു മെഷർമെന്റ് ഉണ്ടായിരിക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് ഇതൊരു മാസം കൊണ്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ ഒന്നുകിൽ ചിലപ്പം വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ബിഫിറ്റിംഗ് ആയിട്ടുള്ള റിവാർഡ്സ് കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ റിവാർഡ്സ് കൊടുക്കാം എന്നുള്ള കാര്യം അവർക്ക് പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രൈസ് ഒക്കെ ആയിട്ട് കൊടുത്ത് അവരെ എപ്പോഴും നമ്മൾ പ്രചോദിപ്പിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും വേണം. പിന്നെ അടുത്ത ലാസ്റ്റ് വണ്ണാണ് ഫോളോ അപ്പ് ആൻഡ് സപ്പോർട്ട്. ഇത് ചിലപ്പം ഒരു പ്രാവശ്യം ആയിരിക്കണം എന്നില്ല, നമ്മളിത് അടുത്ത പ്രാവശ്യങ്ങളിലും ഇതുപോലെ ഇനിയും വരാം. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് ഒരു പ്രാവശ്യം ഒരു ടാസ്ക് കഴിയുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു വർക്ക് കഴിയുമ്പോഴെങ്കിലും നമുക്ക് അടുത്ത വർക്കിൽ അവരെന്തൊക്കെയാ അവരുടെ അടുത്തുനിന്ന് അവർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രിന്റ് നമ്മളടുത്ത് ഉണ്ടായിരിക്കണം. എന്താ കാരണം വെച്ചാൽ അത് വേണം നമുക്ക് എപ്പോഴും. ഇത് ലൈക്ക് എവറിത്തിങ് നമുക്ക് ഇത് എപ്പോഴും ദർ ഈസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഓരോരോ അനുഭവങ്ങൾ എക്സ്പീരിയൻസസ് നമുക്ക് എപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ട ട്രെയിനിങ്സ് കഴിയെങ്കിൽ ഇൻഹൗസോ അല്ലെങ്കിൽ ഈ നല്ല ട്രെയിനേഴ്സിനെ വിളിച്ചിട്ട് വേണ്ട സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് വേണമെങ്കിൽ അത് ഇമ്പാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തണം. പിന്നെ നമുക്ക് ഡെലിഗേഷൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇനീഷ്യലി എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യാം. നമുക്ക് കഴിയുന്നത് നമ്മൾ മാക്സിമം നമ്മൾ ഫ്രീ ആയിരിക്കാൻ ആണ് ശ്രമിക്കേണ്ടത്. പക്ഷെ ഇത് എന്തിനാണ് ആക്ച്വലി ഡെലിഗേറ്റ് ചെയ്യുന്നതിന്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഹയർ ലെവലിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഏരിയാസിലേക്ക് ഒക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെലിഗേഷൻ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് എപ്പോഴും ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ഡെലിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പം പെട്ടെന്ന് അങ്ങ് ഡെലിഗേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതെന്താന്ന് വെച്ചാല് ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഇപ്പോ നമ്മളൊരു ഇൻഹൗസ് ഒരു ടീമുണ്ട്, നമുക്കറിയാം 7 ദിവസം കൊണ്ട് ചെയ്യും. പക്ഷേ നമുക്ക് പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതുവരെ ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇപ്പൊ തൽക്കാലം ബിസിയാണ്, അവര് ഏറ്റെടുക്കാൻ തയ്യാറല്ല. പക്ഷെ പുതിയ ആൾക്കാർ നമുക്ക് 7 ദിവസം വേണ്ട കാര്യങ്ങൾ ചിലപ്പം 5 ദിവസം കൊണ്ട് ചെയ്തു തരാം, 2 ദിവസം കൊണ്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുള്ള രീതിയിൽ റെഡിയാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് 7 ദിവസം കൊണ്ട് തന്നെ തീർത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ അതിന്റെ കോൺസിക്വൻസസ്, എന്തൊക്കെയാ റിസ്ക് നോക്കിയിട്ട് ചിലപ്പോൾ അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാതെ നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ കുറച്ചും കൂടി ടൈം ഉണ്ട് അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി നമുക്ക് കോസ്റ്റ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ബഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെലിഗേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കൂടുതൽ ആളുകളെ നമ്മളുടെ ടീമിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വെൻഡേഴ്സ് ആയിട്ടൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് ലാക്ക് ഓഫ് ക്ലാരിറ്റി, നമുക്ക് ഒരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഈ ടാസ്ക് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ അടുത്ത് എക്സ്പെക്ടേഷൻ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അത് ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. എന്താ കാരണം വെച്ചാല് അവരെപ്പോഴും നമ്മളിലൂടെ മാത്രമേ ഈ കസ്റ്റമേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഇതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു വർക്ക് ഡയറക്റ്റ് ഒരു സബ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അവര് നേരിട്ട് എടുത്ത വർക്കിനെക്കാട്ടിലും ഒരു ഉത്തരവാദിത്വം കുറവായിരിക്കും നമ്മളെ അടുത്തുനിന്ന് എടുത്തത്. എന്ന് വെച്ചാൽ അവര് ഡയറക്റ്റ് ക്ലയന്റിനായിട്ടാണ് അവരുടെ അപ്പൊ അവരുടെ ഡയറക്റ്റ് ക്ലയൻസിനോടായിരിക്കും അവർക്ക് എപ്പോഴും കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവുക.
അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഡെലിഗേറ്റ് ചെയ്യരുത്. അത് അങ്ങനെ സിറ്റുവേഷൻസ് നോക്കി തന്നെ ഡെലിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇൻഡിക്കേറ്റ് സ്കിൽസ്, നമുക്ക് നല്ല അതിന് വേണ്ട സ്കിൽസ് അവർക്ക് ഉണ്ടെന്ന് അവരുടെ പഴയ വർക്കുകൾ ചോദിക്കാം, അവരെ വേറെ കിട്ടിയിരിക്കുന്ന അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്സ് അതൊക്കെ നോക്കാം, അവരുടെ ക്വാളിഫിക്കേഷൻസ് ചോദിക്കാം. ഇതിപ്പോ വർക്ക് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കത് അത് നോക്കാം. അവർക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ രീതിയിലുള്ള ആളുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയമുണ്ടോ, അവർക്ക് എങ്ങനത്തെ ആളുകളോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്കൊരു അസർട്ടീവ് സ്കിൽസ് അല്ലെങ്കിൽ ഇതിന് വേണ്ട സ്കിൽസ് ഉണ്ടോന്ന് ഉള്ള അവൈലബിൾ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഡെലിഗേറ്റ് ചെയ്യരുത്. അത് നോക്കിയിട്ട് തന്നെ അത് ഡെലിഗേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്കിത് ഇതൊന്ന് സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ആൻഡ് ഇതാണ് 8 സ്റ്റെപ്സ് ഞാൻ ഇപ്പം ഇവിടെ വിശദമാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ആൻഡ് ഡിഫൈൻ ദി ടാസ്ക് ക്ലിയർലി, select the right person or technology, assign tasks, resources and authority, set expectations and deadlines, monitor progress and provide effective feedback, evaluate and reflect on the progress, recognize and reward timely, follow and provide support whenever needed. ഇതൊക്കെയാണ് ഇതാണെങ്കിൽ ഞാൻ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ട്രെയിനിങ്ങിന്റെ അവസാനത്തിലേക്ക് പോവാണ്. നമുക്ക് ഇത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാല് ലീഡർഷിപ്പിലെ ഒരു വളരെ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. ആസ് പെർ ജോൺ സി മാക്സ്വെൽ, അമേരിക്കൻ ഓതർ ആൻഡ് ദി ഫേമസ് പോപ്പുലർ ലീഡർഷിപ്പ് എക്സ്പേർട്ട്, ഹാസ് written numerous books on leadership. Very good books, has told that leadership is leader is one who knows the way, goes the way and shows the way. Over to Mr. Faisal. Thank you. Thank you, Shyam sir. എഫക്റ്റീവ് ഡെലിഗേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മളിവിടെ സംസാരിച്ചത്. തീർച്ചയായിട്ടും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ലീഡർ ആകുക എന്നുള്ളത്, പലപ്പോഴും ലീഡർ ആകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ ലീഡർ ആക്കുന്ന സമയത്ത് നമുക്ക് ലീഡർ ആവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. ലോകത്ത് ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ആളുകളുണ്ടോ അവരൊക്കെ എഫക്റ്റീവ് ലീഡേഴ്സ് ആണ്. നമുക്കൊരു ലോകത്തൊരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലീഡർ ആയേ തീരൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീട്ടിലെ ഒരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആകുമ്പോൾ പോലും നമ്മളവിടെ ലീഡർ ആയിട്ടുണ്ട്. നമ്മളൊരു അച്ഛനോ അമ്മയോ ആകുമ്പോൾ പോലും അവിടെ ലീഡർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ലീഡർ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്താത്ത ആരുമില്ല. ആ ലീഡർഷിപ്പിനെയാണ് ഈവൻ നമ്മളൊരു കുട്ടികൾ കളിക്കുമ്പോൾ പോലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കളിക്കുന്ന 5-10 കുട്ടികൾക്കിടയിൽ പോലും ഒരു ലീഡർ ഉണ്ടാവും. കാരണം നിങ്ങൾ അവിടെ പോകൂ, നിങ്ങൾ അത് ചെയ്യൂ, ഞാൻ ഇവിടെ നിൽക്കാം എന്നൊക്കെ പറയുന്ന ഒരു ലീഡർ അവിടെ പോലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ലീഡേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ലീഡർഷിപ്പിനെ നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഉയരങ്ങളിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ തന്നെ ഈ ലീഡർഷിപ്പും ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിനുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പിനെ നമ്മൾ ഭയക്കേണ്ട ഒന്നല്ല, മറിച്ച് ആ ലീഡർഷിപ്പ് സ്കിൽസിനെ നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലീഡർഷിപ്പ്, ഒരു ലീഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള അവരുടെ കീഴിലുള്ള എന്നുള്ളത്, അതല്ലെങ്കിൽ കൂടെയുള്ള ആളുകളെ അവരെവിടെയാണോ എത്തേണ്ടത് അവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തമാണ് ലീഡർക്കുള്ളത്. ലീഡർ ഒരു കാരണവശാലും ഈഗോ ഉള്ള ഒരാളോ അതല്ലെങ്കിൽ ഒരാള് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തെ താഴ്ത്തുന്ന ഒരാളോ അല്ല, മറിച്ച് തന്നേക്കാൾ ഉയരങ്ങളിലേക്ക് എത്താൻ കൂടെയുള്ള ആളുകളെ
എൻകറേജ് ചെയ്യുന്ന, എംപവർ ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ലീഡർ ആകാൻ സാധിക്കുള്ളൂ. ഞാനൊരു അക്കാദമി നടത്തുന്നു, അല്ലെങ്കിൽ ഞാനൊരു കമ്പനി നടത്തുന്നു, എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾ എന്നേക്കാൾ കഴിവുള്ളവരാകുമ്പോഴാണ് എൻ്റെ ബിസിനസ് ഏറ്റവും മുകളിലേക്ക് പോവുക. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്നേക്കാൾ കഴിവുള്ള ആരും ഇവിടെ വരരുത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ തുടങ്ങുന്ന ഒന്നും ഞാൻ നിലനിൽക്കില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് എല്ലാ ക്വാളിറ്റിയും എല്ലാ നോളജും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോ ഒരു ബിസിനസിന്റെ അതല്ലെങ്കിൽ ഒരു എന്തും ആയിക്കോട്ടെ, ബിസിനസ് സമാനമായിട്ടുള്ള എന്തും, അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിലനിൽക്കുന്ന ആളുകളെ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. കമ്മ്യൂണിറ്റി ലീഡർ ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ഈവൻ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അങ്ങനെ പല മേഖലകളിൽ. അപ്പോ ലീഡേഴ്സ് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്, ഡെലിഗേഷൻ എന്നുള്ളത്. അപ്പൊ ഡെലിഗേറ്റ് ചെയ്യുക, ആളുകൾക്ക് നമ്മൾ നിർണയിച്ചു കൊടുക്കുക, അല്ലെ? ഓരോ കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിർണയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിർണയിച്ചു കൊടുക്കുമ്പോൾ പോലും ആ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ്. അത് നമ്മളിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി പോകുന്നില്ല, മറിച്ച് ആ റെസ്പോൺസിബിലിറ്റീസിനെ നമ്മൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഈ ഡെലിഗേഷന്റെ ഏറ്റവും ഒരു അന്തസത്ത എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നത് 24 hour ആണ്, മാക്സിമം ആണ് ഞാൻ പറയാം. അതിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ, നമുക്ക് ഉറങ്ങണം 8 മണിക്കൂർ, അപ്പൊ അവിടെ പോയി. അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം, അതേപോലെ തന്നെ നമുക്ക് മറ്റു പ്രാഥമിക കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കണം, ഫാമിലിയുമായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആകെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും. ചിലപ്പോൾ ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറൊക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ പോരാ നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു വർക്കിനെ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരാളുടെ ഒരു 6 മണിക്കൂറും നമ്മളുടെ ഒരു 6 മണിക്കൂറും കൂടി നമുക്ക് 12 മണിക്കൂർ കിട്ടുകയാണ്. ഇതേപോലെ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എത്ര പേരാണ് നമ്മൾ അണ്ടറിൽ വരുന്നത്, അത്രയും ടൈം നമുക്ക് കിട്ടുകയാണ്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ തന്നെ കിടന്ന് വർക്ക് ചെയ്യാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ സാലറി കൊടുത്തിട്ട് അവരുടെ സമയം മേടിക്കുകയാണ് ശരി. അവരുടെ സമയം എന്ത് ചെയ്യുന്നു, അവരുടെ സമയം മേടിച്ച് നമ്മൾ അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എവിടെയൊക്കെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അവിടെയൊക്കെ നമ്മൾ ഡെലിഗേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിപ്പോഴും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് മറ്റുള്ളവർക്ക് ഡെലിഗേറ്റ് ചെയ്യുക. അവിടെ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ, ചെറിയ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആദ്യ സമയത്തൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മൾ നിർവഹിക്കുന്നതിനേക്കാൾ സുന്ദരമായിട്ട് അവര് നിർവഹിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ ഇടപെടുക. അപ്പോ ഡെലിഗേഷൻസിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പോ ഓഡിയൻസിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഫക്റ്റീവ്ലി ഡെലിഗേറ്റ് ചെയ്യാം, ഇതിനേക്കാൾ നല്ല ചിലപ്പോ ടിപ്പുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാകും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരുണ്ടാകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ഇതിനോട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള അവസരമാണ്. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ, ശ്യാം സർ കേൾക്കുന്നുണ്ടോ പറയുന്നത്? അതെ, അമീർ സാർ കേൾക്കുന്നുണ്ട്. ശ്യാം സർ വളരെ നല്ല സെഷൻ ആയിരുന്നു, ഞാൻ മുഴുവൻ കേട്ടു. സോ ഡെലിഗേഷൻ ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാർ പറഞ്ഞു. അതിന്റെ തുടക്കം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് സാർ ഉദ്ദേശിച്ചത് നമ്മളെ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയല്ല അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതെ അതെ, മെയിൻ പോയിന്റ്. അതെ, ഫൈസൽ സാറ് വിശദീകരിച്ച പോലെ നമുക്കിപ്പം ഇപ്പൊ പറഞ്ഞ മാതിരി ഏകദേശം ഒരു 10 മണിക്കൂറോ ഒക്കെ മാക്സിമം ഒരു സമയത്ത് കിട്ടും. അതുപോലെ അപ്പൊ നമുക്ക് കൂടുതൽ ആൾക്കാരെ നിൽക്കണമെങ്കിൽ നമുക്ക് കമ്പനി ആണെങ്കിൽ നമ്മൾ അവരുടെ ടൈം വിലക്ക് വാങ്ങുന്നു.
അതല്ല നമ്മള് എന്നാലും നമ്മൾ ഫുള്ള് വിലയൊന്നും ആക്ച്വലി കൊടുക്കുന്നില്ലല്ലോ ഒരാളുടെ ഒരു മനുഷ്യന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഒരാളെ എറ്റിപ്പോറ്റി ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരിക്കലും നമ്മൾ അവരുടെ ഫുള്ള് ഇതിന് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് കുറച്ച് വരെ ഫുള്ള് പൈസ കൊടുത്ത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമുക്കത് കുറച്ച് ഇൻസ്പിറേഷനും അല്ലെ ലീഡർഷിപ്പും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ആളുകളെ കൂടെ നിർത്തണമെങ്കിൽ കുറച്ച് അവർക്ക് വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പം ഇപ്പൊ സാറ് പറഞ്ഞ ഒരു 10 മണിക്കൂർ അവരെയും നമ്മൾ എടുക്കുന്നു. അതിൽ നമ്മൾ അവരെ നോക്കാൻ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ കൊടുത്താൽ മതിയോ. നമുക്കത് ചിലപ്പം കുറച്ച് സമയം നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ മതിയാവും അവരെ ട്രെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ മതിയാവും. അപ്പൊ ബാക്കി നമുക്ക് അപ്പൊ അവരുടെ 10 മണിക്കൂറും കൂടി കിട്ടിയാൽ 20 മണിക്കൂറായി. അപ്പൊ നമുക്ക് ഒരു 5 പേരെ നമ്മൾ വെക്കുകയാണെങ്കിൽ 50 മണിക്കൂറായി. അവർക്ക് ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും. അപ്പൊ നമ്മളെ ഒരു 2 മണിക്കൂർ ചെലവാക്കുന്നതിലൂടെ നമുക്ക് 40-50 മണിക്കൂറാണ് ആൾക്കാരുടെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഡെലിഗേഷനിലൂടെ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. സാറ് പറയുകയും ചെയ്തു. നമ്മള് ഈ ക്യാഷ് കളക്ട് ചെയ്യാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മളെ ബോസ് തന്നെ അതിലേക്ക് ഇറങ്ങുന്നേക്കാളും നല്ലത് ആക്ച്വലി അതിന് വേണ്ടിയിട്ട് നമുക്ക് അവര് ബിസിനസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ക്യാഷ് കളക്ട് ചെയ്യാന്ന് പറയുന്ന അവരുടെ ജോബിന്റെ പാർട്ടായിട്ട് ചെയ്യുന്നത് അക്കൗണ്ടൻസും, പിന്നെ അതൊരു ടീമായിരിക്കും. പിന്നെ അവരതൊരു മീറ്റിംഗ് വെച്ച് അവർ കളക്ട് ചെയ്യുന്നത് അത് കുറച്ചും കൂടി വർത്താണ്, ടൈം സേവിങ് ആണ്, നമുക്കത് കിട്ടാൻ ചാൻസ് കൂടുതലോ എന്നാണ് എനിക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റിയത്. സാർ അതൊരു ഉദാഹരണ സൈഡ് പറയുകയും ചെയ്യും. സാറിന് അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. അതെ അതെ, ഇതുപോലെ ഇത് ചിലർക്കായിരിക്കും. വേറെ പല കാര്യങ്ങളും അതുപോലെ നമുക്ക് ടൈം കൂടുതൽ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു പേടി, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളോ അങ്ങനെയൊക്കെയുള്ള പലതും ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് വേറെ ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാളും ഭംഗിയായിട്ട് ചെയ്യും. അത് നമ്മളൊന്ന് മോണിറ്റർ ചെയ്യണം, നമ്മളെ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അവരിലൂടെ ചെയ്തെടുത്താൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. സാറേ, അത് 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. പറയൂ സർ. ലോകമെമ്പാടും ഇത് പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ് 80-20 പ്രിൻസിപ്പിൾ. 80-20 പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിജയത്തിന്റെ ഒരു പ്രധാന കാര്യം. നമുക്ക് കൂടുതൽ വർക്കും കൂടുതൽ ഏത് കാര്യം എടുത്താലും കൃഷിയാണെങ്കിൽ തന്നെ 20% നിന്നാണ് 80% വിളവ് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അനിൽ സാർ. അതേപോലെ തന്നെ ഈ ഡെലിഗേഷൻ പീപ്പിളിനെ വെച്ചിട്ട് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മുടെ സോളാർ ലൈറ്റുകൾ അല്ലെ, ഈവനിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല, അത് എന്താണ് സ്വിച്ച് ഇട്ടോളും, അത് തന്നെ എന്തായിക്കോളും വർക്ക് ചെയ്തോളും. അതേപോലെ തന്നെ നമ്മളുടെ ഈ വരുന്ന കോളുകൾ, വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് ഓട്ടോമേറ്റഡ് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ചാറ്റ് ബോട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ വരുന്ന അതിന്റെ പ്രൊഡക്റ്റിന് റേറ്റ് എത്രയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടോമാറ്റിക് റിപ്ലൈ, അപ്പൊ നമ്മളിരുന്ന് റിപ്ലൈ കൊടുക്കേണ്ട, അതല്ലെങ്കിൽ ഒരാളെ വെക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാട്സപ്പ് ഓട്ടോമേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയിട്ടുള്ള റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കസ്റ്റമർ സർവീസ്, അഡ്മിനിസ്ട്രേഷൻ വർക്കുകൾ, സോഷ്യൽ ടാസ്കുകൾ, ഇതൊക്കെ നമുക്ക് ആരെ ഏൽപ്പിക്കാൻ പറ്റും, നമുക്ക് ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതെ, ഇല്ല സാർ പറഞ്ഞോ. ഇതേപോലെയാണ് ഈ അക്കൗണ്ടിങ്ങിന്റെ കൂടെ തന്നെയാണ് വേറെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ഇതിപ്പോ നമ്മൾ തന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ പോയാൽ നമ്മള് ഈ ബന്ധങ്ങൾ ഇൻക്രീസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടത് നമ്മളെ പല ടൈമും നമ്മളുടെ വേസ്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിന് പകരം ഇത് മാനേജ് ചെയ്യാൻ, അക്കൗണ്ട് മാനേജ് ചെയ്യാൻ, അതാണ് വലിയ കൂടുതൽ ടൈമിന് കൂടുതൽ വിലയുള്ള ആൾക്കാര് പലരും ഈ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് വേറെയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നത് ഇതുവരെ ടൈം വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ടൈം ഡിസ്ട്രാക്റ്റഡ് ആവാനും ഇമോഷണൽ ഇത് വരാതിരിക്കാനും ഡിസ്റ്റർബൻസും കോൺസെൻട്രേഷൻ പോവാതിരിക്കാനും ഒക്കെ വേറെ ആൾക്കാരെ ഈ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഏൽപ്പിക്കുന്നതിന്റെ ഒരു കാര്യം ഇത് തന്നെയാണ്.
അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ രൂപത്തിലൊക്കെ നമുക്ക് ഡെലിഗേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ആരാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഫീഡ്ബാക്കോ ഒക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഹലോ, നമ്മൾ ഈ ആ. ഡെലിഗേഷൻ ചെയ്യുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ ഒരു വിശ്വാസ്യത, അതോ അവർ ചെയ്താലും ശരിയാവും എന്നുള്ള, നമ്മൾ ചെയ്താൽ മാത്രം ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മൾ പലർക്കും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചെയ്താൽ അത്ര പെർഫെക്റ്റ് മറ്റുള്ളവർ ചെയ്താൽ ആവില്ല എന്നുള്ളൊരു, അത് ഈ എന്താണ് അതിന് എപ്പോഴും പറയാം, പെർഫെക്ഷനിസ്റ്റോ ഒക്കെ പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്താഗതിക്കാർക്ക് കൂടുതലും ഡെലിഗേഷൻ ചെയ്യാൻ പറ്റാറില്ല പലപ്പോഴും. കാരണം അവര് എപ്പോഴും അവർ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉണ്ടാവാറുള്ളത്. മറ്റുള്ളവർ ചെയ്താൽ അത് ഒരു വേണ്ട രീതിയിൽ ഇങ്ങോട്ട് ആവൂല എന്നുള്ളൊരു തോന്നലാണ്. അതെ അതെ അല്ലെ, അത് എത്രത്തോളം ശരിയാണോ? അതെ അതെ, കറക്റ്റ് ആണ്. അത് എന്താ കാരണം വെച്ചാല് നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു 80% വേറൊരാളെ, അല്ലെങ്കിൽ കുറച്ച് ഒരു മേജർ ശതമാനമെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കാമെങ്കിൽ ബാക്കി 20% നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്നാലും ഒരു 80% കിട്ടിയല്ലോ. പിന്നെ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അത് 85% കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും കൂടി പറ്റുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ ചെയ്യണ പോലെ ആയിരിക്കണം എന്നില്ല വേറൊരാള് ചെയ്യുന്നത്, എന്തായാലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമുക്കാകെ ടൈം ലിമിറ്റഡ് ആണല്ലോ. സാറേ, ഈ പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു നെഗറ്റീവ് ഇതാണ്. എനിഗ്രാമിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതൊരു നെഗറ്റീവ് ഇതാണ്, നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇതിൽ നേരത്തെ ഇവിടെ സമീർ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്ത്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം, ഈ സാധനത്തിൽ എക്സ്പേർട്ട് ഞാനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനത്തെ നമ്മൾ മറ്റൊരാളിൽ ഏൽപ്പിക്കുന്ന സമയത്ത് അത് അത്ര നമ്മൾ ചെയ്യുന്ന അത്ര വൃത്തിയായിട്ടോ അതല്ലെങ്കിൽ അതിലത്ര എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഇപ്പോ ഞാൻ ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾ എന്നേക്കാൾ എക്സ്പേർട്ട് ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. അപ്പോ ഇവിടെ രണ്ട് തരത്തിലും സംഭവിക്കാം. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ചെയ്യാനും സാധ്യതയുണ്ട്, എന്നാൽ അതിനേക്കാൾ അത്രയല്ലാതെ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അത്ര സ്കില്ലില്ലാത്ത ഒരാളാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് എങ്കിൽ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അതായത് ഇത് അത്ര പെർഫെക്റ്റ് ആദ്യം ആവില്ല, എന്നാൽ ഇയാളെ എക്സ്പേർട്ട് ആക്കി കൊണ്ടുവരണം എന്ന ഒരു താല്പര്യം കൂടി അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ട് കാര്യം നടക്കും. ഒന്ന്, നമ്മുടെ കാര്യം നടക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ അയാൾ അതിൽ എക്സ്പേർട്ട് ആയി നമ്മൾ മാറ്റുക എന്നുള്ളത്. അപ്പൊ അവിടെ അതാണ് ലീഡർ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലീഡർ മെന്റാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇയാളെ നമുക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളൊരു മെന്റാലിറ്റി അവിടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ഡെലിഗേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ സാധ്യത കുറവാണ്. അപ്പോ നമ്മുടെ സമീർ സാറ് ചോദിച്ചതിനോട് പിന്നെ അതിനോട് ശ്യാം സാർ പറഞ്ഞതിനോട് ഞാൻ ചേർത്തി പറഞ്ഞതാണ്. അതിനോടൊരു സമീറിന് എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോ. ഇല്ല, നമുക്ക് ഈ ഡെലിഗേഷനിൽ വേറൊരു കാര്യം എഫക്റ്റീവ് ആയിട്ട് ചെയ്തത് എന്താ വെച്ചാൽ, നേരത്തെ നമുക്ക് വേണ്ട ഈ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ചെയ്തിരുന്നത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പൊ അതിൽ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഞാനത് ഞങ്ങളെ ഓഫീസിലൊരാള് ഇതിനെപ്പറ്റി ഒന്നും അങ്ങനെ അറിയില്ല, എന്നെ പോലെ തന്നെ അറിയില്ലായിരുന്നു. അപ്പൊ അയാള് പിന്നെ പഠിച്ചു. ഇപ്പൊ അയാൾക്ക് എന്നെക്കാളും അയാൾക്ക് അറിയാം എന്നുള്ളതാണ്. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് അയാളെക്കാൾ അറിയാം. അങ്ങനെ ചെയ്ത് ഒരു 100 മേലെയൊക്കെ ഇപ്പൊ ചെയ്ത് കാണും. അപ്പൊ എനിക്ക് അറിയുന്നതിനേക്കാളും പുള്ളിക്കാണ് കൂടുതൽ അറിയാം. ഇപ്പൊ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലായി. എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ എന്നെക്കാളും നന്നായിട്ട് പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ പോലും എനിക്ക് നേരത്തെ ഒരു ഇൻട്രസ്റ്റിൽ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഒരു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നന്നായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ചെയ്യിച്ച് കറക്റ്റ് ആക്കി എടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ ആദ്യം ഒന്ന് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് കറക്റ്റ് ആക്കി എടുക്കാനുള്ള ആ ലെവലിലേക്ക് അവര് മാറും എന്നുള്ളതാണ് ആൾക്കാർ. എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുമല്ലോ കുറെ ചെയ്യുമ്പോൾ. പിന്നെ അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, നന്നായി വരും. അത് സാർ പറഞ്ഞത് കറക്റ്റ് ആണ്, ഫൈസൽ സാർ പറഞ്ഞതും കറക്റ്റ് ആണ്. കാരണം ഒരാൾക്ക് കരിയറായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും ബിസിനസ് ആണെന്നുണ്ടെങ്കിലും
ഒരാള് അവരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് അവരെ വിശ്വസിച്ച് ആ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെയാണ് അവർക്കൊരു ചാൻസ് കിട്ടുന്നതും പിന്നെ അത് അവരെന്തായാലും അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുള്ളൂ. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റി വരുമല്ലോ. ഒരു അതോറിറ്റി കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെക്കാളും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കുള്ളൂ. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മളത് പരമാവധി എഫേർട്ട് എടുത്തത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ ആ റിലേഷൻഷിപ്പ്. അങ്ങനെയല്ലേ സാർ? അതെ 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 പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പ്രൂവ്മെന്റ് എന്തായാലും വരുമല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ നമ്മളെ ജീവിതത്തില് അതല്ലെങ്കിൽ തൊഴില്, കുടുംബം എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഡെലിഗേഷൻസ് നമ്മൾ കിട്ടും. അപ്പൊ ആ ഡെലിഗേഷൻസിനെ നമ്മൾ കണ്ടറിഞ്ഞ് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മളുടെ സുഖത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് എന്താണ് മറ്റുള്ളവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടി അത് ഒരു അനുഭവഹൃദ്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ഒരു സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള രൂപത്തിലൊക്കെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെയൊക്കെ കാണാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത ശ്യാം സാർ, അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇനി നമുക്ക് ട്രെയിനേഴ്സ് ടോക്ക് ഉണ്ടാവുക ഞായറാഴ്ച ആയിരിക്കും. ഞായറാഴ്ച നമുക്ക് 7 മണിക്ക് ട്രെയിനേഴ്സ് ടോക്കിൽ നമുക്ക് ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു വിഷയത്തിലായിരിക്കും നമ്മുടെ സംസാരം ഉണ്ടാവുക. സ്കൂളുകൾ തുറക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ കുട്ടികളും തിരിച്ച് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സ്റ്റുഡൻസ് കൗൺസിലർ ആയിട്ടുള്ള മലബാർ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്, അവരാണ് നമ്മളോട് സംസാരിക്കുക. സോ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മുടെ ഒരു ട്രെയിനേഴ്സ് അലൂമിനി കൂടിയാണ്, നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ അവർ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ സൺഡേ 7 മണിക്ക് എല്ലാവരും ഉണ്ടാവുക. സോ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു ഫസൽ സർ. Thank you. Good night. താങ്ക് യു. ഗുഡ് നൈറ്റ്.